എല്ലാവർക്കും നമസ്കാരം. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ആണിത്. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആണെങ്കിൽ 45 ദിവസത്തിനകത്തും പെർമനൻറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ 60 ദിവസത്തിനകത്തും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവും. ആദ്യമായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അപ്രൂവ്ഡ് ആവണമെങ്കിൽ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് കാണിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ള നമ്പരും ഡേറ്റും സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയ ഡേറ്റും നമുക്ക് കാണാൻ കഴിയും. പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തതെങ്കിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ആപ്ലിക്കേഷൻ അയച്ചതും ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ടുകളൊക്കെ ഉണ്ടതും റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ്. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നെങ്കിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ കുറച്ച് താഴെയായിട്ട് അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ അപ്രൂവ്ഡ് ആപ്ലിക്കേഷനിലാണ് സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആകുമ്പോഴത്തേക്കും വന്ന് കിടക്കുന്നത്. അപ്പോൾ അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ റൈറ്റ് സൈഡിൽ ഞെറ്റത്തായിട്ട് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഗ്രീൻ കളറുടെ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആയിട്ട് വരും. നമുക്കിത് പ്രിൻ്റ് എടുത്ത് കളർ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ വാലിഡിറ്റിയും മറ്റ് ഡേറ്റകളും എല്ലാം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.